ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, നമ്മളുടെ രാജ്യത്ത് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം നമ്മുടെ ഓയിൽ മാർക്കറ്റും അല്ലെങ്കിൽ ഓയിലിൻ്റെ വിലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിവരങ്ങളും അതുണ്ടാക്കിയ പ്രതിസന്ധികളൊക്കെ തന്നെ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ അവർ പുറത്തുവിട്ട ഒരു കണക്കനുസരിച്ചിട്ട്, അവർ ഓയിലിൻ്റെയും, അതായത് ക്രൂഡ് ഓയിലിൻ്റെ, നമ്മുടെ നാട്ടിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും അതുപോലെ തന്നെ LPG ഗ്യാസിൻ്റെയൊക്കെ തന്നെ വില കൂട്ടിയിട്ടും പിന്നെ എണ്ണ കമ്പനികൾക്കൊക്കെ ഭയങ്കര നഷ്ടമാണെന്നാണ് അവർ പറയുന്നത്. ഏകദേശം 600 മുതൽ 700 കോടി രൂപയ്ക്കടുത്ത് ഒരു ദിവസം അവർക്ക് നഷ്ടം ഉണ്ടാകുന്നുണ്ട്, വില കൂട്ടിയിട്ടും എന്നാണ് പറയുന്നത്. യുദ്ധം തുടങ്ങി 78 ദിവസത്തോളം നമ്മുടെ കേന്ദ്ര സർക്കാർ ഏകദേശം 1.23 ലക്ഷം കോടി രൂപ ഈ വിലയെ പിടിച്ചു നിർത്താൻ വേണ്ടി അവർ മുടക്കിയിട്ടുണ്ട് എന്നും കണക്കുകൾ പറയുന്നുണ്ട്. ഏകദേശം 14.2 കിലോഗ്രാമിൻ്റെ LPG സിലിണ്ടർ വിൽക്കുമ്പം 700 രൂപയ്ക്കടുത്ത് നഷ്ടം ഇപ്പോഴും ഉണ്ടെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ വെളിപ്പെടുത്തൽ നടന്നത്. നമുക്കറിയാം, യുദ്ധം പ്രത്യേകിച്ച് വളരെ രൂക്ഷമായിട്ടുള്ള ഒരവസ്ഥയിലാണ്. ഇപ്പോഴും അതിനൊരു എന്താ പറയുന്നത്, ഒരു പരിസമാപ്തി ഇല്ല. ആ ക്രൈസിസ് കാരണം ഹോർമൂസ് കടലിടുക്കിൻ്റെയൊക്കെ ആ പ്രതിസന്ധി തുറന്നുകൊണ്ട് പോകുന്നു. അപ്പോൾ നമ്മളെപ്പോലുള്ള രാജ്യങ്ങളുടെ ഈ പറഞ്ഞ എനർജി സെക്യൂരിറ്റി വളരെ എന്താണ് പറയുന്നത്, പരിതാപകരമാണ്. ഇപ്പോൾ രാജ്യത്ത് തീർച്ചയായിട്ടും വില കൂടുമെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അല്ലാതെ തന്നെ ചെറിയ ചെറിയ ക്രൈസിസ് ഉണ്ടായാൽ പോലും വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ ആ വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം തന്നെ തീർച്ചയായിട്ടും അത് ഉണ്ടാക്കി വെക്കുന്ന പ്രത്യാഘാതങ്ങൾ, രാജ്യത്തെന്ന് പറയുമ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാക്കി വെക്കുന്ന പ്രത്യാഘാതങ്ങൾ, കാരണം ഇതെല്ലാം അവസാനം ബിയർ ചെയ്യേണ്ടവരാണ് ജനങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഗവൺമെൻറ് വില കൂട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം അൾട്ടിമേറ്റ് ബേർഡൻ വരുന്നത് എൻഡ് യൂസറായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവിതത്തെയാണ് ബാധിക്കുന്നത്. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലും യുദ്ധം തുടങ്ങിയതിന് ശേഷം ഫെബ്രുവരി 28 യുദ്ധം തുടങ്ങിയത്. അപ്പോൾ അതിനുശേഷം ഹോർമൂസ് കടലിടുക്ക്, സ്ട്രെയിറ്റ് ഹോർമൂസ് ഇറാൻ അത് ബ്ലോക്ക് ചെയ്യുകയും, ഇപ്പോൾ നമുക്കറിയാം തീർച്ചയായും ഇന്ത്യയെപ്പോലുള്ള രാജ്യത്തിന് നല്ലൊരു ശതമാനം ഓയിൽ, പ്രത്യേകിച്ച് നമ്മൾ ക്രൂഡ് ഓയിലിൻ്റെ കാര്യമാണ് പറയുന്നത്, മറ്റ് എക്സ്പോർട്ട് ഇമ്പോർട്ട് എല്ലാം പറഞ്ഞൊരു കടലിടുക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ്, ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ളതും ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഫെർട്ടിലൈസേഴ്സും ക്രൂഡും ഒക്കെ തന്നെ നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടാണ്. കാരണം നമ്മുടെ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സും നല്ലൊരു ശതമാനം ഇന്ത്യ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഈ സ്ട്രെയിറ്റ് ഹോർമൂസ് കൂടെയാണ് വരുന്നത്. അപ്പോൾ ഈ ഫെർട്ടിലൈസേഴ്സിൻ്റെ അഭാവവും അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ ലഭ്യതയിലുള്ള കുറവും ഒക്കെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഫുഡ് സെക്യൂരിറ്റി, അഗ്രികൾച്ചറിനെയൊക്കെ തന്നെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതാണ്. ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഈ പറഞ്ഞ മറ്റ് പല, പൊതുവേ നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് സംസാരിക്കുന്ന ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. ക്രൂഡ് ഓയിൽ മാത്രമല്ല, ഈ പറഞ്ഞ ഫെർട്ടിലൈസേഴ്സിൻ്റെ കാര്യത്തിലും ഒക്കെ തന്നെ വളരെ, അതിനല്ല ഇവിടുന്ന് നമുക്ക് അങ്ങോട്ടുള്ള എക്സ്പോർട്ടും, ഈ മിഡിൽ ഈസ്റ്റ്, ഈ പറഞ്ഞ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള എക്സ്പോർട്ടും ഒക്കെ തന്നെ വളരെ പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ പറഞ്ഞ 78 ദിവസത്തോളം അതിൽ വേറെ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. കാരണം പല സംസ്ഥാനങ്ങൾ, പ്രധാനപ്പെട്ട കേരളം, ബംഗാൾ, ബീഹാർ അല്ലല്ലോ, കേരളം, ബംഗാൾ, ആസാം ഇല്ലേ, ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ ഇലക്ഷൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ തൽക്കാലം വില കൂട്ടുക എന്നുള്ളതാണ് ഒരു പൊളിറ്റിക്കൽ സൈഡ്. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അവരതിൻ്റെ ആ ഒരു തനി സ്വഭാവം കാണിക്കുകയും ചെയ്തു. ഓക്കെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ, അത് പൊളിറ്റിക്സിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മളുടെ കേന്ദ്ര സർക്കാരിൻ്റെ വെളിപ്പെടുത്തലനുസരിച്ചിട്ട് 1.23 ലക്ഷം കോടി രൂപയോളം 78 ദിവസം വില പിടിച്ചു നിർത്താൻ വേണ്ടി, കൺട്രോൾ ചെയ്യാൻ വേണ്ടി അവർ ചിലവാക്കിയെന്നാണ് പറയുന്നത്. ഇപ്പോൾ പൊതുമേഖല എണ്ണ കമ്പനികൾക്ക് നൽകിയ തുകയാണ്. കാരണം എണ്ണ കമ്പനികൾക്ക് നൽകിയ തുക എന്ന് പറയുമ്പോൾ എണ്ണ കമ്പനികളാണല്ലോ ഇത് ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ള പൊതുമേഖലാ കമ്പനികളാണല്ലോ ഇത് വാങ്ങുകയും റിഫൈൻ ചെയ്യുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ സബ്സിഡൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ 1.23 ലക്ഷം കോടി രൂപ ഗവൺമെൻറ് കൊടുത്തെന്ന് പറയുന്നത്. അപ്പോൾ കേരളം ഉൾപ്പെടെ വളരെ പ്രധാനപ്പെട്ട ചില സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുള്ള നിർണായക സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പരിഗണിച്ചാണ്
ഇന്ധനവിലയിൽ മാറ്റം വരുത്താതെ ഗവൺമെൻറ് അത്രയും സമയം പിന്നെ പിടിച്ചു നിന്നു, അല്ലെങ്കിൽ അതിനെ പ്രേരിപ്പിച്ചൊരു ഘടകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അതിനകത്തിലൊക്കെ മാറ്റങ്ങൾ വരാനും അല്ലെങ്കിൽ പ്രൈസിനകത്തിൽ എന്തുവാ ഈ പെട്രോളിൻ്റെ ഡീസലിൻ്റെയൊക്കെ വിലയിൽ മാറ്റം വരുത്താനും അവർ പിന്നെ തയ്യാറായിട്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ എണ്ണ കമ്പനികൾ ഇതിന് ശേഷം ഗവൺമെൻറ് വില വർദ്ധിപ്പിച്ചെങ്കിലും എണ്ണ കമ്പനികളുടെ ആവശ്യം പൂർണ്ണമായിട്ടും കേന്ദ്രം അംഗീകരിച്ചില്ല എന്നാണ് പറയുന്നത്. എണ്ണ കമ്പനികളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ വില കൂട്ടുക എന്നുള്ളതായിരിക്കും. കാരണം അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നഷ്ടത്തെ ഒരുപക്ഷെ ഈ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ LPG സിലിണ്ടറിലൊക്കെ തന്നെ നിയന്ത്രണങ്ങൾ നമ്മൾ കണ്ടാണ് ആദ്യ സമയങ്ങളിലൊക്കെ. അതായത് ഈ എണ്ണവിലയ്ക്കൊപ്പം തന്നെ LPG സിലിണ്ടറിൻ്റെ വിതരണത്തിലും പുതിയ നിയന്ത്രണങ്ങൾ സർക്കാർ കൊണ്ടുവന്നിരുന്നു. ഈ മോഡി അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു വലിയൊരു സ്കീമൊക്കെ ഉണ്ടാക്കിയിരുന്നു. അതായത് PMUY, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്നും പറഞ്ഞതിൽ രാജ്യത്തെ ബിലോ പോവർട്ടി ലൈന്, അതായത് ദാരിദ്ര്യത്തേക്ക് താഴെയുള്ള വീടുകളിൽ ഈ ഗ്യാസ് കണക്ഷൻ കൊടുക്കുകയും, അപ്പോൾ അത് ആദ്യം 12 സിലിണ്ടറായിരുന്നു ഒരു വർഷം കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അത് വെട്ടിക്കുറച്ച് 9 ആക്കി. ഇപ്പോൾ ഫലത്തിൽ 4 സിലിണ്ടറായിട്ട് അത് കുറച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ 2016 ഇതാണ് ഈ പദ്ധതി ആരംഭിക്കുമ്പോൾ 12 സിലിണ്ടറായിരുന്നു ഓഫർ ആയിട്ടുള്ളത്. പിന്നെ അത് 9 ആക്കി. പിന്നെ ഇപ്പോൾ അത് 4 ആക്കി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഗ്യാസിൻ്റെ വിതരണത്തിലുമൊക്കെ തന്നെ ഈ LPG സിലിണ്ടറുകളുടെ വിതരണത്തിലൊക്കെ തന്നെ വൻതോതിലുള്ള നിയന്ത്രണവും ഈ പറഞ്ഞ പദ്ധതി അനുസരിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്ന സിലിണ്ടറിൻ്റെ എണ്ണമൊക്കെ തന്നെ കുറയ്ക്കുകയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഹോർമൂസ് കടലിടുക്കിൽ പ്രതിസന്ധി ഉണ്ടായെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ പ്രതിസന്ധി ഉണ്ടായതിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ LPG ഇറക്കുമതി ചെയ്യുന്നതിൽ 46% വർധനവ് ഫെബ്രുവരിക്ക് ശേഷം ഉണ്ടായെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകൾ പറയുന്നത്. 2022 ശേഷം LPG സബ്സിഡിക്കായിട്ട് മാത്രം കേന്ദ്രം 52,000 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സ്കീം അനുസരിച്ചിട്ട് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും വില കുറച്ചാണല്ലോ കൺസ്യൂമേഴ്സിന് കൊടുക്കുന്നത്. ഈ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന എന്ന് പറഞ്ഞ സ്കീം അനുസരിച്ചിട്ട് സബ്സിഡി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ അത് ഏത് ഗുണഭോക്താവാണോ അവരെ സംബന്ധിച്ച് വില കുറച്ചായിരിക്കും കിട്ടുന്നത്. പക്ഷേ അതിൻ്റെ വില തീർച്ചയായിട്ടും ആരെങ്കിലും വഹിച്ചേ പറ്റത്തുള്ളൂ, അല്ലേ? ഉദാഹരണത്തിന് 100 രൂപ ഉള്ളൊരു സാധനം ഗവൺമെൻറ് ഇപ്പോൾ പാവപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് സബ്സിഡൈസ്ഡ് റേറ്റിൽ തരുന്നെന്നിരിക്കട്ടെ. ഇപ്പോൾ നമുക്ക് ആ 100 രൂപയുള്ള സാധനം ഗവൺമെൻറ് തരുമ്പോൾ നമ്മൾ ഫലത്തിൽ 70 രൂപ, ഒരു ഉദാഹരണം പറയാണ്, ഒരു സിമ്പിൾ എക്സാമ്പിൾ. ഈ ഗ്യാസിൻ്റെ LPG സിലിണ്ടറിൻ്റെ കാര്യം തന്നെ എടുത്തുള്ളൂ. 100 എന്നുള്ള ഞാൻ ഉദാഹരണത്തിനുള്ളതല്ല. അപ്പോൾ 100 വെളിയിൽ നിന്നെല്ലാം വാങ്ങിച്ച് ഇതെല്ലാം റീഫിൽ ചെയ്ത് ഇതിൻ്റെ പിന്നെ മൊത്തം പരിപാടികൾ കഴിഞ്ഞ് ഇതിൻ്റെ ശരിക്കുള്ള മാർക്കറ്റ് റേറ്റ് എന്ന് വെച്ചാൽ നഷ്ടമില്ലാതെ വിൽക്കണമെങ്കിൽ 100 രൂപ നിൽക്കട്ടെ. പക്ഷേ ഈ 100 രൂപ പിന്നെ ഗുണഭോക്താവായിട്ടുള്ള നമ്മൾ 70 രൂപ കൊടുത്താൽ മതി. പക്ഷേ 30 രൂപ അപ്പോൾ അതിനകത്ത് ഗവൺമെൻറ് നഷ്ടമുണ്ടാകും. ഗവൺമെൻറ് അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഈ LPG പിന്നെ വിതരണം ചെയ്യുന്ന കമ്പനികൾക്ക് നഷ്ടമുണ്ടാകും. അപ്പോൾ 30 രൂപ ഒരു സിലിണ്ടറിന് നഷ്ടം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആ നഷ്ടം ഗവൺമെൻറ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൊടുക്കണം. കാരണം അവർക്ക് നഷ്ടത്തിൽ ഓടുവാൻ സാധിക്കത്തില്ലല്ലോ, ഒരു കമ്പനിക്കും നഷ്ടത്തിൽ ഓടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും എവിടെ നിന്നല്ലോ കിട്ടിയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ സബ്സിഡി ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നു, പക്ഷേ എണ്ണ അല്ലെങ്കിൽ LPG വിതരണ കമ്പനികളിൽ കൂടാണ് ഇത് ജനങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കമ്പനികൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ നിന്ന് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഈ സാധനം ക്രൂഡ് ഓയിലായാലും അല്ലെങ്കിൽ പിന്നെ LPG ഗ്യാസൊക്കെ തന്നെ ഇത് മേടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് അതിൻ്റെ പ്രോസസ്സിങ് ഒക്കെ കഴിഞ്ഞ് ഇത് ബോട്ടിൽ ചെയ്ത് നമുക്ക് തരാൻ വേണ്ടി 100 രൂപ ആയിരിക്കും എന്തെങ്കിലും. പക്ഷേ ഗവൺമെൻറ് അത് 100 രൂപ കൊടുക്കേണ്ട 70 രൂപ കൊടുത്താൽ മതി. കാരണം ഗവൺമെൻറ്റിൻ്റെ പോളിസി, നമ്മുടെ രാജ്യത്തൊക്കെ സബ്സിഡി ഒരു പോളിസിയാണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അത് ചില മേഖലകളിലൊക്കെ നല്ലതാണ്. പക്ഷേ അത് എപ്പോഴും എല്ലാ കാര്യങ്ങളിലും സബ്സിഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാജ്യത്തിനും വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി വെക്കുന്നതാണ്. അപ്പോൾ 70 രൂപ നമ്മൾ കൊടുത്താൽ മതി. ഉപഭോക്താക്കളായിട്ടുള്ള അല്ലെങ്കിൽ ഗുണഭോക്താക്കളായിട്ടുള്ള നമ്മൾ 70 രൂപ കൊടുത്താൽ മതി. പക്ഷേ 30 രൂപ എണ്ണ കമ്പനികൾക്ക് നഷ്ടമായിരിക്കും ഒരു സിലിണ്ടറിൽ. ഇത് ഞാൻ നൂറെന്നുള്ളൊരു ഉദാഹരണം പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെ ഒരു വർഷം അല്ലെങ്കിൽ ഒരു മാസം ലക്ഷക്കണക്കിന് സിലിണ്ടർ ഒരു പക്ഷേ ഈ കമ്പനികൾ കൊടുക്കുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അവർക്ക് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടാകും അവരുടെ ബുക്കിനകത്തിൽ, കണക്ക് ബുക്കിനകത്തിൽ, അക്കൗണ്ട് ബുക്കിനകത്തിൽ. അപ്പോൾ അതിനെ
കോമ്പൻസേറ്റ് ചെയ്യുന്ന ഗവൺമെൻറ് ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മാസം ഒരു കമ്പനി, ഇപ്പം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പബ്ലിക് സെക്ടർ കമ്പനി 100 സിലിണ്ടർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കട്ടെ. അപ്പോൾ ഒരു സിലിണ്ടറിൽ 30 രൂപ വെച്ച് 30 ഗുണം 100 3000 ഇല്ലേ, 3000. അപ്പം ഈ 3000 രൂപ കമ്പനിക്ക് നഷ്ടമാണ്. അപ്പോൾ കമ്പനിക്ക് നഷ്ടമാണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഈ നഷ്ടം തയ്ച്ചുകൊണ്ട് ഇത് കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഗവൺമെൻറ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി, ലീഗലി ഇത് രണ്ടും രണ്ട് സംവിധാനങ്ങളാണല്ലോ. കാരണം കമ്പനിയായിട്ട് തന്നെ ഓടിക്കണമല്ലോ. അപ്പോൾ ഗവൺമെൻറ് പറയും 3000 രൂപ ഞങ്ങൾ തരാമെന്ന് പറയും. എങ്ങനെയാണ് ഗവൺമെൻറ് ഈ 3000 രൂപ കൊടുക്കുന്നത്? നമ്മൾ കൊടുത്ത ടാക്സിൽ നിന്ന്, ജനങ്ങളെ, അതായത് സബ്സിഡി കിട്ടിയ നമ്മളിൽ നിന്ന് പിരിച്ചെടുത്ത് ടാക്സിൽ നിന്നാണ് വീണ്ടും ഈ 3000 രൂപ എടുത്തിട്ട് കമ്പനികൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്തിലെ ലാഭവും നഷ്ടവും നമ്മൾ ആത്യന്തികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സബ്സിഡി നമുക്ക് കിട്ടുവാണെങ്കിലും അല്ലെങ്കിൽ നമുക്കല്ല ഏതെങ്കിലും ഒരു വിഭാഗത്തിന് കൊടുത്താലും മറ്റെല്ലാ ജനങ്ങളുടെയും ടാക്സിൽ നിന്നും എടുത്തിട്ടാണ് ഈ സബ്സിഡി കോമ്പൻസേറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെ ഈ പൊതുമേഖല എണ്ണ കമ്പനികൾക്ക് നഷ്ടമുണ്ടായി. അങ്ങനെ നഷ്ടമുണ്ടായിട്ടുള്ള ഈ 52,000 കോടി രൂപയുടെ സബ്സിഡിയാണ് കേന്ദ്രം അനുവദിച്ചിട്ടുള്ളതെന്ന് പറയുന്നു. പൊതുമേഖല എണ്ണ കമ്പനികൾ ഇപ്പോൾ അവർ 1 ലിറ്റർ പെട്രോളിന് 6 രൂപയും ഡീസലിന് 30 രൂപയും നഷ്ടം അവർക്ക് ഉണ്ടാകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, വില കൂട്ടിയിട്ടും. ഈ വില കൂട്ടൽ നടത്തിയിട്ടും അവർക്ക് 1 ലിറ്റർ പെട്രോൾ വിൽക്കുമ്പോഴും അല്ലെങ്കിൽ 1 ലിറ്റർ ഡീസൽ വിൽക്കുമ്പോഴും ലിറ്റർ പെട്രോളിന് 6 രൂപയും ഡീസലിന് 30 രൂപ നഷ്ടം സംഭവിക്കുന്നുണ്ടെന്ന് പറയുന്നത്. അതുപോലെ തന്നെ 14.2 കിലോഗ്രാമിൻ്റെ LPG സിലിണ്ടർ വിൽക്കുമ്പോൾ 700 രൂപയ്ക്ക് അടുത്താണ് നഷ്ടമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ നഷ്ടം എല്ലാം കൂടെ കണക്ക് കൂട്ടുമ്പോൾ ഒരു ദിവസം പ്രതിദിനം 600 മുതൽ 700 കോടി രൂപയുടെ വരെ നഷ്ടങ്ങൾ ഈ കമ്പനികൾക്ക് ഉണ്ടാകുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് ശരിയായിരിക്കാം, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പോൾ ഈ കമ്പനികൾക്ക് നഷ്ടം ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് ഗവൺമെൻറ് കൊടുക്കും, ഗവൺമെൻറ് അവർക്ക് കൊടുക്കും തീർച്ചയായിട്ടും. അപ്പോൾ ഗവൺമെൻറ് കൊടുക്കുന്ന എവിടെ നിന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇത് പിരിക്കുന്ന ടാക്സിൽ നിന്നാണ് ഗവൺമെൻറ് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു സൈക്ലിക്കൽ ഇഫക്റ്റ് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇതിനകത്തിലെ ഒരു എന്താ പറയുന്നത്, കാരണം ഇവിടുന്ന് മേടിച്ച് അവിടെ കൊടുക്കുന്നു. ഈ ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, റോബിങ് പീറ്റർ ടു പേ പോൾ, എന്നുവെച്ചാൽ പീറ്ററിനെ കൊള്ളയടിച്ചിട്ട് പോളിന് കൊടുക്കും. അതാണ് ടാക്സേഷൻ, ഈ പറഞ്ഞ സബ്സിഡി ടാക്സേഷൻ സിസ്റ്റം അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ അതുകൊണ്ട് തീർച്ചയായിട്ടും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഇത്രയും നഷ്ടം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോഴും അത് നഷ്ടങ്ങളൊന്നുമില്ല, ഗവൺമെൻറ് ഇത് കൊടുക്കും തീർച്ചയായിട്ടും. അത്രയേ ഉള്ളൂ അതിനകത്തിലെ വ്യത്യാസം. ഇപ്പം സ്വകാര്യ മേഖലയിലെ കമ്പനികൾക്ക് വലിയ വൻകിട കോർപ്പറേഷൻസ് ഒക്കെ തന്നെ, ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഏത് രാജ്യത്തായാലും കോർപ്പറേഷൻസൊക്കെ തന്നെ ഗവൺമെൻറ് പല രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് ഭരണകൂടം ഇല്ലേ, പല രീതിയിലും. അത് വലിയ കമ്പനികൾക്ക് കിട്ടത്തുള്ളൂ ആ ഒരു പ്രയോജനമോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എന്താണ് പറയുന്നത്, ഈ ഗവൺമെൻറ് സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കുള്ള ഗവൺമെൻറ് സപ്പോർട്ട്. ഇപ്പം നമ്മുടെ രാജ്യത്ത് തന്നെ ഈ ബിഗ് കോർപ്പറേഷൻസ് എന്ന് പറയുന്ന വലിയ കമ്പനികൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്ന സൗകര്യങ്ങൾ അല്ലെങ്കിൽ സഹായങ്ങൾ ഒന്നും തന്നെ സ്റ്റേറ്റിൻ്റെ ഭാഗത്തുനിന്ന്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അതിന് താഴെയുള്ള ചെറുകിട വ്യാപാരികൾക്കോ വ്യവസായികൾക്കോ അല്ലെങ്കിൽ ബിസിനസ്സുകാർക്കോ ഒന്നും ഒരിക്കലും കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ രാജ്യത്തെ ഇപ്പോഴത്തെ അവസ്ഥ. ഈ പറഞ്ഞ ക്രൂഡ് ഓയിലും അല്ലെങ്കിൽ നമ്മുടെ LPG സിലിണ്ടറുമായിട്ട് അതിൻ്റെ ഈ വിതരണവുമായി ബന്ധപ്പെട്ട ചില കണക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയും കോടി രൂപ ഗവൺമെൻറ്റിന് നഷ്ടം ഉണ്ടാകുന്നുണ്ട്, ഓയിൽ കമ്പനികൾക്ക് അല്ലെങ്കിൽ ഈ ഓയിലും ഗ്യാസും വിതരണം ചെയ്യുന്ന കമ്പനികൾക്ക് ഉണ്ടാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നഷ്ടം ഉണ്ടാകുന്നുണ്ടായിരിക്കും, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഈ നഷ്ടം തീർച്ചയായും ഗവൺമെൻറ് ടാക്സ് പിരിച്ചതിനകത്തിൽ നിന്ന്, ടാക്സേഷൻ മണിക്കകത്തിൽ നടത്തി ഇത് കോമ്പൻസേറ്റ് ചെയ്യും എന്നുള്ള കാര്യം കൂടെ സത്യമാണ്. അല്ല, പബ്ലിക് സെക്ടർ യൂണിറ്റിലെ പൊതുമേഖലാ കമ്പനികൾ ഈ അവിടെ നിന്ന് ഉയർന്ന വിലയ്ക്ക് ക്രൂഡ് ഓയിലും അല്ലെങ്കിൽ ഗ്യാസും മേടിച്ചിട്ട് ഇവിടെ അവർ വിതരണം ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടം അത് സഹിക്കുകയല്ല ശരിക്കും പറഞ്ഞാൽ. അവർക്ക് കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും, അവർക്കും കൊടുക്കും. മറ്റുള്ള പ്രൈവറ്റ് മേഖലയിലെ റിലയൻസ് അതുപോലുള്ള കമ്പനികൾക്കും തീർച്ചയായിട്ടും കൊടുക്കാനുള്ള സാധ്യത ഉണ്ടാകും, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പം ക്രൂഡ് ഓയിലിൻ്റെ വില നമുക്ക് അറിയാം, ഇപ്പോഴും നമ്മളെ സംബന്ധിച്ച് ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ലെവലല്ല. കാരണം യുദ്ധം വീണ്ടും ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തതല്ല, തുടർന്നായിരുന്നല്ലോ. അപ്പോൾ അതിനുശേഷം ക്രൂഡ് ഓയിലിൻ്റെ വില വീണ്ടും ഉയർന്നു തുടങ്ങി. അപ്പോൾ അത് ഏകദേശം $90 അല്ലെങ്കിൽ $89, $92 ഇങ്ങനെയൊക്കെയുള്ള ഒരു മാർജിനിൽ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തതാണ്. അപ്പം $100 മുകളിലായിട്ട് പോകാൻ അധിക താമസം എടുക്കത്തില്ല എന്നൊക്കെയാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ അതെന്തെങ്കിലും ആയിക്കോട്ടെ, അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു കൺട്രോളൊന്നുമില്ല.
ഇല്ലേ, ക്രൂഡ് ഓയിലിൻ്റെ വില എങ്ങനെ എത്രത്തോളം പോകും, അല്ലെങ്കിൽ എത്രത്തോളം കുറയുമെന്നുള്ളതിനെ അതിൻ്റെ മുകളിൽ നമുക്ക് കൺട്രോളൊന്നുമില്ല തീർച്ചയായിട്ടും. കാരണം നമ്മളല്ല അതിനകത്തിൽ ഈ പ്ലെയേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിപ്പം തീരുമാനിക്കാൻ കഴിവുള്ളത് അമേരിക്കയെ പോലുള്ള രാജ്യങ്ങളും ഒപെക് രാജ്യങ്ങളും അല്ലെങ്കിൽ ഈവൻ ഇറാനെ പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ അതിനെ കൺട്രോൾ ചെയ്യാനും ഇൻഫ്ലുവൻസ് ചെയ്യാനും സാധിക്കത്തുള്ളൂ. ഇന്ത്യ പോലെ കൺസ്യൂം ചെയ്യുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഈവൻ ചൈനയ്ക്ക് പോലും അത് സ്വാധീനിക്കാൻ പറ്റത്തില്ല. കാരണം ഇതുപോലുള്ള പ്രതിസന്ധികൾ അല്ലെങ്കിൽ സങ്കീർണതകൾ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ വിലയിലുണ്ടാകുന്ന മാറ്റം എത്രയാണോ അത് നമ്മൾ കൊടുത്ത് വാങ്ങിക്കുക എന്നുള്ളത് നമുക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല. അതിനനുസരിച്ച് നമ്മുടെ രാജ്യത്ത് ഗവൺമെൻറ് വില കൂട്ടിയും കുറച്ചല്ല, വില കൂട്ടിയും അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് മാനേജ് ചെയ്തൊക്കെ തന്നെ മുമ്പോട്ട് പോകുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കൂട്ടിയ വില എന്നവരും കുറച്ചായിട്ട് നമുക്കൊരു ചരിത്രമൊന്നും ഇവിടെ നിന്ന് കണ്ടില്ല. ഒരു സർക്കാരും അങ്ങനൊന്നും ചെയ്തിട്ടില്ല, ഇല്ലേ? മുകളിലേക്ക് പോകുന്ന വില ഒരുപക്ഷെ കുറച്ചാൾ പിടിച്ചു നിർത്തുമായിരിക്കും, അതിനുശേഷം വില കൂട്ടിയേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇതെല്ലാം ഒരു ഇക്കണോമിക്സ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് എല്ലാത്തിലും ഈ ഒരു പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ ആണല്ലോ. ഇപ്പോൾ നമ്മളൊരു കച്ചവടം നടത്തുകയാണെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും പുറത്തുനിന്ന് നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളുടെ വില കൂടുമ്പോൾ നമുക്കതിനനുസരിച്ച് വില അഡ്ജസ്റ്റ് ചെയ്ത് വിൽക്കാൻ പറ്റത്തുള്ളൂ, ഇല്ല, അല്ലെങ്കിൽ നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റില്ല മുന്നോട്ട്. അപ്പോൾ അതുപോലെയുള്ള ഗവൺമെൻറ്റിനെ സംബന്ധിച്ചും ഗവൺമെൻറ് പറയുന്നത് ഞങ്ങൾ ലാഭത്തിന്, ഒരു ഗവൺമെൻറ്റും ലാഭം ഉണ്ടാക്കാൻ വേണ്ടി, വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയല്ല എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ തന്നെയും തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് റവന്യൂ അത്യാവശ്യമാണ്. ഗവൺമെൻറ് റവന്യൂ അത്യാവശ്യമാണ്. ആ റവന്യൂ അവർ ഉണ്ടാക്കുന്നത് ജനങ്ങളിൽ നിന്ന് ടാക്സും ഫീസും ഫൈനും ഒക്കെ കളക്ട് ചെയ്ത് അല്ലെങ്കിൽ പിരിച്ചിട്ടാണ്. അപ്പോൾ അതിൽ നിന്നെടുത്ത് ഇങ്ങോട്ട് കൊടുക്കും, അവിടെ നിന്ന് സബ്സിഡി എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് ഗവൺമെൻറ്റുകൾ ചെയ്യുന്നതാണ്. ആത്യന്തികമായിട്ട് ഇതിൻ്റെ ദുരിതം, ബർഡൻ നമ്മൾ അനുഭവിക്കേണ്ടത് അല്ലെങ്കിൽ നേരിടേണ്ടത് ജനങ്ങൾ എന്ന് പറയുന്ന ആ ഒരു വിഭാഗമാണ്. സാധാരണക്കാരായിട്ടുള്ള നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ. സമൂഹത്തിൻ്റെ മേൽത്തട്ടിലുള്ള ആൾക്കാർക്ക് അത് വിഷയമല്ല. കാരണം അവരെ സംബന്ധിച്ച് വില കൂടിയാലും കുറഞ്ഞാലും ഒന്നും ഒരു വിഷയമല്ല. പക്ഷേ കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാരുടെ ജീവിതത്തെയാണ് ഇത് ബാധിക്കുന്നത്. കാരണം പെട്രോളിൻ്റെ മാത്രമല്ല, നമുക്കറിയാം പെട്രോളിൻ്റെ ഓയിൽ പ്രൈസാണല്ലോ ബേസ്. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ എക്കോണമിയിലുള്ള മറ്റുള്ള എല്ലാത്തിൻ്റെയും പ്രൈസ്. പ്രത്യേകിച്ച് നമ്മുടെ എസൻഷ്യൽ കമ്മോഡിറ്റീസ്, മനുഷ്യൻ്റെ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എസൻഷ്യൽ കമ്മോഡിറ്റീസിൻ്റെ മറ്റുള്ള എല്ലാ റോ മെറ്റീരിയൽസിൻ്റെ എല്ലാം തന്നെ പ്രൈസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ പറഞ്ഞ ഒരു ഓയിൽ പ്രൈസിനെ ബേസ് ചെയ്താണ്. അപ്പോൾ തീർച്ചയായിട്ടും ഓയിൽ പ്രൈസിനകത്തിൽ ഹൈക്ക് ഉണ്ടാകുമ്പോൾ മറ്റുള്ള എല്ലാ മേഖലകളിലും ആ ഒരു വർധനവ് പ്രതിഫലിക്കുകയും അത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ ജീവിതത്തിൽ, അത് നമ്മുടെ ആഹാര സാധനങ്ങളും മറ്റ് അതുപോലുള്ള എസൻഷ്യലായിട്ടുള്ള കമ്മോഡിറ്റീസ് ഒക്കെ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഉയർന്ന വില കൊടുത്ത് നമുക്ക് വാങ്ങിക്കേണ്ടി വരും. പക്ഷേ നമ്മളുടെ വരുമാനം എപ്പോഴും സ്റ്റേബിളായിരിക്കും, നിശ്ചിതമായിരിക്കും. അതുകൊണ്ട് ജനങ്ങളുടെ ജീവിതത്തെ ഇത് വളരെ സാരമായി ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഇന്ധന മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഗവൺമെൻറ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള ചില കണക്കുകൾ. അതായത് 1078 ദിവസത്തോളം വിലയെ കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടി 1.23 ലക്ഷം കോടി രൂപ ഗവൺമെൻറ് ചെലവഴിച്ചു എന്നാണ് പറയുന്നത്. വില കൂട്ടിയിട്ടും ഗവൺമെൻറ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് 600 മുതൽ 700 കോടി രൂപയ്ക്കടുത്ത് വരെ ഡെയിലി നഷ്ടമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ചില കണക്കുകളാണ് നമുക്ക് ഈ ഒരു വീഡിയോയ്ക്കകത്തിൽ ഷെയർ ചെയ്യാനുള്ളത്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.